കയ്യിൽ ആ ഫോട്ടോ ഇല്ലേടാ, ഭാവിയിൽ നടക്കാനുള്ളതെല്ലാം ഓർത്ത് അങ്ങ് വീശ്. അതങ്ങ് പോകുമ്പോൾ എല്ലാം ശരിയാകും. അങ്ങനെ റാഫി പറഞ്ഞത് കേട്ട് ഞാനങ്ങ് അടങ്ങി. കടയിൽ കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ കോള് കട്ട് ചെയ്ത് കടയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ദേഷ്യമെല്ലാം തിളച്ച് കയറിയിട്ടും കസ്റ്റമേഴ്സിനെ വെറുപ്പിക്കാതിരിക്കാൻ ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നു. എൻ്റെ ദേഷ്യം കണ്ടുകൊണ്ട് പോയതുകൊണ്ടാണോന്ന് അറിയില്ല, അമ്മാവൻ നേരത്തെ കടയിലേക്ക് വന്നു. ഡാ, നീ പൊക്കോ, പോയൊന്ന് നല്ലോണം കിടന്നുറങ്ങ്. വെറുതെ ഫോണിൽ കുത്തി കിടക്കണ്ട. കണ്ണും മുഖവുമെല്ലാം ഉറങ്ങാത്തതുകൊണ്ട് ഒരുമാതിരി ആയിട്ടുണ്ട്. അമ്മാവൻ പറഞ്ഞത് കേട്ട് ഞാനൊരു പാക്കറ്റ് കുപ്പൂസും എടുത്ത് റൂമിലേക്ക് നടന്നു. റൂമിൻ്റെ മുന്നിലെത്തിയ ഞാൻ പതിയൊന്ന് അങ്ങോട്ടേക്ക് നോക്കി. റൂമിൻ്റെ പുറത്തായി അവരെല്ലാവരും സംസാരിച്ച് നിൽക്കുന്നു. തിരിച്ചു പോകാനുള്ള നിൽപ്പാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. എല്ലാവരും എന്തോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന കണ്ട് എനിക്ക് വീണ്ടും ദേഷ്യം കയറി. ദേഷ്യമടക്കി ഞാൻ അവർ കാണാതെ എൻ്റെ റൂമിലേക്ക് നടന്നു. റൂമിലെത്തി എനിക്ക് വീണ്ടും ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. മൈൻഡൊന്ന് മാറ്റാൻ വേണ്ടി TV ഓൺ ചെയ്ത് ഞാനൊരു സിനിമ വെച്ചു. കുറച്ചു നേരം എല്ലാം മറക്കാനായി ഞാൻ TV-യിലേക്ക് തന്നെ നോക്കിയിരുന്നു. പല ഐഡിയകളും മനസ്സിൽ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ദേഷ്യമെല്ലാം മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചെനിക്ക് തെറ്റി. രാവിലെ എഴുന്നേറ്റെൻ്റെ മനസ്സ് മുഴുവൻ അയാളോടും ആ കിളന്ത് പെണ്ണിനോടുമുള്ള ദേഷ്യമായിരുന്നു. എന്നത്തെയും പോലെ ഞാൻ കടയിലേക്ക് പോയി. എന്തായാലും റാഫി പറഞ്ഞതുപോലെ ചെയ്യാം. അയാൾ കടയിലേക്ക് വന്നില്ലെങ്കിലും അയാളുടെ വീട്ടിൽ പോകാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ പല ചിന്തകളിലായി സമയം പോയത് അറിഞ്ഞില്ല. ഉച്ചയായപ്പോൾ അമ്മാവൻ കടയിലേക്ക് വന്നു. അമ്മാവൻ്റെ കയ്യിൽ ഒരു വലിയ കവർ കണ്ട് ഞാൻ അമ്മാവനോട് ചോദിച്ചു, ഇതെന്താ? എടാ, ഇത് കുറച്ച് പഴയ പാത്രങ്ങളാ. പഴയ പാത്രങ്ങളോ? നിങ്ങൾക്കെവിടുന്ന ഈ പാത്രങ്ങളെല്ലാം? എടാ, ഇതൊക്കെ ആ പാകിസ്ഥാനുടെ ഭാര്യ തന്നതാ. എന്നോട് ഇതൊക്കെ ഒന്ന് വിറ്റ് തരുമോ എന്ന് ചോദിച്ചു. ആദ്യമായിട്ട് ഒരു സഹായം ചോദിച്ചതല്ലേ. ഞാൻ പിന്നെ വേറൊന്നും പറഞ്ഞില്ല. ഞാനതങ്ങ് വാങ്ങി. ഓ, വാങ്ങിയോ? നിങ്ങൾക്കെന്തിനാ ഈ പഴയ പാത്രങ്ങൾ? നാട്ടിൽ കൊണ്ടുപോകാനാണോ? ഏയ്, നാട്ടിൽ കൊണ്ടുപോകാനൊന്നും അല്ലടാ. ഞാനിത് ആ മാർക്കറ്റിൽ പോകുമ്പോൾ കൊടുക്കും. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതൊക്കെ അയാൾ ചെയ്യില്ലേ? ഒരുമാതിരി നന്മ മരം കളിക്കാൻ. ഞാൻ പറഞ്ഞു. എടാ, അതിനവർ അവിടെ ഇല്ല. അയാൾ ജോലിക്ക് പോയതാ. ഞാൻ പിന്നെ ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല. നമ്മളെ കൊണ്ടാവുന്ന ഒരു സഹായം, അത്രയേ ഉള്ളൂ. ആ, എന്തെങ്കിലും കാണിക്ക്, ഞാൻ പോട്ടെ. അല്ലടാ, നീ നാട്ടിൽ പോകുന്നുണ്ടോ? അമ്മാവൻ ചോദിച്ചു. ഇല്ല, ആര് പറഞ്ഞു? അമ്മായി വിളിച്ചപ്പോൾ പറഞ്ഞു നീ വരുന്നുണ്ടെന്ന്. ഏയ്, അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഞാൻ പോകുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ. അല്ലടാ, നീ വേണമെങ്കിൽ ഒന്ന് പോയിട്ട് വാ. കുറേ ആയില്ലേ നീ വന്നിട്ട്, അമ്മാവൻ പറഞ്ഞു. കൊള്ളാം. സാധാരണ നാട്ടിൽ പോവാൻ ധൃതി പിടിക്കുന്ന ആളാ. ഇപ്പോൾ പോകുന്നില്ലെന്ന്. അമ്മാവൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായി. ഞാൻ മനസ്സിലോർത്തു. ആ, നോക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ റൂമിലേക്ക് നടന്നു. റൂമിൻ്റെ അടുത്തെത്തി ഞാൻ അങ്ങോട്ടൊന്ന് നോക്കി. ആരെയും പുറത്തൊന്നും കാണുന്നില്ല. ഞാൻ പതിയെ അങ്ങോട്ടേക്ക് നടന്നു. അയാളുടെ റൂമിനടുത്തെത്തിയതും ആരോ കുളിക്കുന്ന സൗണ്ട് ഞാൻ കേട്ടു. അയാൾ എന്തായാലും ഇവിടെ ഇല്ല. ഇത് അവളാ. ഞാൻ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. കുളിക്കായിരുന്നത് കൊണ്ട് തന്നെ അവൾ വന്ന് നോക്കാൻ ഒന്ന് താമസിച്ചു. വരുന്നതും കാത്ത് ഞാൻ അവിടെ തന്നെ നിന്നു. കുറച്ച് സമയത്തിന് ശേഷം അവൾ വന്ന് കതക് തുറന്നു. എന്നെ കണ്ടതും അവളുടെ മുഖം ഒന്ന് വാടി. ഞാനും ഒന്നും മിണ്ടാതെ മുറ്റത്ത് തന്നെ നിന്നു. വാ, അകത്തേക്ക് വാ. പുറത്ത് നിന്ന എന്നെ അവൾ അകത്തേക്ക് ക്ഷണിച്ചു. ഇല്ല, ഞാൻ വരുന്നില്ല, ഞാൻ പോട്ടെ. ഞാനൊരു ചെറിയ സങ്കടഭാവത്തിൽ അവളോട് പറഞ്ഞു. അതെന്തു പറ്റി? വാ, ഒന്ന് കയറിയിട്ട് പോ. അവൾ ഒരു കള്ളച്ചിരിയോടെ എന്നെ നോക്കി പറഞ്ഞു. അവളുടെ ആ ചിരിയിൽ എനിക്ക് പിന്നെ കൂടുതൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഞാൻ ചെറുചിരിയോടെ അകത്തേക്ക് കയറി. നീ എന്തെങ്കിലും കഴിച്ചോ? അവൾ എന്നോട് ചോദിച്ചു. ഇല്ല, റൂമിലേക്ക് വന്ന വഴിക്ക് ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നതാ. റൂമിൽ ചെന്നിട്ട് വേണം കഴിക്കാൻ, ഞാൻ പറഞ്ഞു. ഇന്നെന്താ സ്പെഷ്യൽ? ആ,
എനിക്കറിയില്ല. അമ്മാവൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കാണും. പോയി നോക്കണം. നീ പോയി നോക്കിയൊന്നും വേണ്ട. ഇന്ന് ചിക്കൻ കറിയാ. നിൻ്റെ അമ്മാവൻ കുറച്ചെനിക്ക് കൊണ്ടുവന്ന് തന്നിരുന്നു. ഓഹോ, അപ്പോൾ ആ ചിക്കൻ കറിയുടെ പേരില ഇന്നിവിടെ കയറിയത്. ഇങ്ങനെ പോയാൽ അമ്മാവൻ കുറേ ചിക്കൻ കറി ഉണ്ടാക്കും. ഞാൻ മനസ്സിലോർത്തു. വാ, നമുക്ക് കഴിക്കാം. ഞാനൊന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്, അവൾ പറഞ്ഞു. ഏയ്, എനിക്ക് വേണ്ട. ഞാൻ റൂമിൽ പോയി കഴിച്ചോളാം. നിങ്ങൾ കഴിച്ചോളൂ. വാടാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു. വാ പ്ലീസ്. അതും പറഞ്ഞ് അവൾ കിച്ചണിലേക്ക് പോയി. പാകിസ്ഥാനി റൊട്ടിയും പിന്നൊരു പാത്രം നിറയെ എണ്ണയിൽ മുക്കിയ ചിക്കൻ കറിയുമായി എൻ്റെ അടുത്തേക്ക് വന്ന് അവിടെയുള്ള ടേബിളിൽ വെച്ചിട്ട് എന്നോട് അവൾ പറഞ്ഞു, വാടാ, നമുക്ക് കഴിക്കാം. ഇത്രയും വിളിച്ച സ്ഥിതിക്ക് ഇനി വേണ്ടെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാനും കൂടി അവളുടെ കൂടെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഡാ, നിനക്ക് ഞങ്ങളോട് ദേഷ്യമാണോ? ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾ എന്നോട് ചോദിച്ചു. ഏയ്, എന്തിന്? ഞാനെന്തിനാ നിങ്ങളോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ വളരെ കൂളായിട്ട് പറഞ്ഞു. നിനക്ക് നല്ല ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ കെട്ടിയോനും അവളും കൂടി ഇന്നലെ നിന്നോട് ചെയ്ത തെണ്ടിത്തരം ഞാൻ കണ്ടതാ. അയാൾ അങ്ങനെ ഒരു മനുഷ്യനാ. നീ അതൊന്നും മനസ്സിൽ വെക്കണ്ട. അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു നിന്നോട്. ഏയ്, അതൊന്നും വേണ്ട. ഞാനതൊക്കെ അപ്പോഴേ വിട്ടു. അല്ല, ഏതാ പെണ്ണ്? ഞാൻ ചോദിച്ചു. അതങ്ങേരുടെ ഫ്രണ്ടിൻ്റെ മകളാ. പേര് ഷിഫി. അവളുടെ ചിരിയാണ് എന്നാകെ കലിപ്പ് കയറ്റിയത്. എനിക്ക് 2 എണ്ണം അവളോട് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു. ഏയ്, അത് നീ വിട്ടേക്കടാ. നമുക്ക് വേറെന്തെങ്കിലും സംസാരിക്കാം. നീ ഇനി എന്നാ നാട്ടിൽ പോകുന്നത്? അവൾ ചോദിച്ചു. ഞാൻ ചിലപ്പോൾ അടുത്ത് പോകും. അയ്യോ, നീ പോയാൽ പിന്നെ എനിക്കാരോ ഒരു കൂട്ടിന്? നിങ്ങൾക്ക് ഞാൻ തന്നെ വേണമെന്നില്ലല്ലോ. എൻ്റെ അമ്മാവനുണ്ട്, പിന്നെ ഇന്നലെ വന്ന ആ ആൾക്കാരെല്ലാവരും ഇല്ലേ? ഞാൻ പറഞ്ഞു. പക്ഷേ അവരാരും നിന്നെപ്പോലെ അല്ലല്ലോ. നീയൊരു പാവമാണെന്ന് നിന്നെ കണ്ടാൽ തന്നെ മനസ്സിലാകും. അത് ശരിയാ. എൻ്റെ സ്ഥാനത്ത് വേറെ വല്ലവരുമാണെങ്കിൽ ഇന്നലെ എല്ലാത്തിനും എടുത്ത് പൊട്ടിച്ചാനെ. ഞാൻ പറഞ്ഞു. എടാ, നീ വീണ്ടും അത് തന്നെ പറയാണോ? നീ ഇനി അത് പറയാതിരിക്കാൻ ഞാൻ വല്ലതും തരണോ? അവൾ ചോദിച്ചതും ഞാൻ അവളുടെ മുഖത്തേക്ക് നല്ലവണ്ണം ഒന്ന് നോക്കി. എന്താടാ ഒരു നോട്ടം? നിനക്കെന്തെങ്കിലും വേണോ? അവൾ ചെറു ചിരിയോടെ ചോദിച്ചു. എനിക്ക് വേണ്ടതെല്ലാം ഞാൻ എടുത്തോളാം. ഞാൻ അവരെ ഒന്ന് അടിമുടി നോക്കിയിട്ട് പറഞ്ഞു. എൻ്റെ നോട്ടം കണ്ട അവൾ വേഗം കഴിച്ച് പാത്രവും എടുത്ത് കിച്ചണിലേക്ക് പോയി. ഞാൻ നോക്കിയത് മോശമായി പോയോ? വേണ്ടായിരുന്നു. അവൾ എന്ത് വിചാരിച്ച് കാണും? ഞാനും വേഗം കഴിച്ചിട്ട് കിച്ചണിലേക്ക് പോയി നോക്കി. ഞാൻ കിച്ചണിൽ ചെന്ന് നോക്കുമ്പോൾ അവൾ കൈ കഴുകിക്കൊണ്ട് നിൽക്കാണ്. ഞാൻ കയറിയതറിഞ്ഞ് അവൾ തിരിഞ്ഞു പോലും നോക്കിയില്ല. എന്താ, എന്തു പറ്റി? ഞാനത് ചോദിച്ചെങ്കിലും അവൾ ഒന്നും മിണ്ടിയില്ല. ഞാൻ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു. ഞാൻ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവൾ തിരിഞ്ഞ് എന്നോട് പറഞ്ഞു. എടാ, അങ്ങേരിപ്പോൾ ഫുഡ് കഴിക്കാൻ വരും, നീ പൊക്കോ. അത് കേട്ടതും ഞാൻ പിന്നെ അവിടെ നിന്നില്ല. ഞാൻ വേഗം എൻ്റെ റൂമിലേക്ക് പോയി. റൂമിലെത്തി എനിക്ക് ഒരു സമാധാനവും ഉണ്ടായില്ല. ഞാൻ എന്ത് പണിയാണ് കാണിച്ചത്? അങ്ങനെ നോക്കണ്ടായിരുന്നു. എല്ലാം ഒന്ന് ഒത്തുവരുമായിരുന്നു. ഇനി ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകും? ഞാൻ എല്ലാം ഓർത്ത് ആകെ വിഷമിച്ചു. ഒരു സമാധാനവുമില്ലാതെ ആയപ്പോൾ ഞാൻ വേഗം ഫോണെടുത്ത് റാഫിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എടാ തിണ്ടി, നീ ഇതെന്ത് പണിയാ കാണിച്ചേ? നിനക്ക് ഇത്രയും ധൃതിയാണോ? അവൻ എന്നോട് പറഞ്ഞു. എടാ, അത് പിന്നെ അങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ഞാനൊന്ന് എറിഞ്ഞു നോക്കിയതാ. മുൻപ് ഇതുപോലെ ഞാൻ എറിഞ്ഞു നോക്കിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഡാ, നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവൾക്ക് നിന്നോട് ഒരു സഹതാപമെല്ലാം തോന്നി തുടങ്ങിയിരുന്നു. അത് വെച്ച് അങ്ങ് കയറിയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ എല്ലാം കൊളാക്കിയില്ലേടാ, റാഫി പറഞ്ഞു. ഓഫ് അളിയാ, പറ്റിപ്പോയടാ. നീ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാ. എന്ത് ഐഡിയ പറയാൻ? എല്ലാം നീ നശിപ്പിച്ചില്ലേ? അല്ല, നിന്റെ പ്രതികാരം ചെയ്യലെല്ലാം എവിടെ എത്തി? അതും മൂഞ്ചിയോ? ആടാ, എനിക്കിപ്പോൾ
ഇവിടെ നിൽക്കാൻ പോലും തോന്നുന്നില്ല. ഞാൻ അങ്ങോട്ട് വന്നാലോ എന്ന് ആലോചിക്കാം. ആ, അത് നല്ല ഐഡിയ. നീ വേഗം ഇങ്ങോട്ട് വാ, നമുക്കിവിടെ അടിച്ചു പൊളിക്കാടാ, റാഫി പറഞ്ഞു. പക്ഷേടാ, നാട്ടിൽ വന്നാൽ ഒരു കളിയും നടക്കില്ല. ഇവിടെ ഇപ്പോൾ ഒത്തു വന്നതായിരുന്നു, അതും നമുക്കൊന്നും ജന്മത്തിൽ കിട്ടാത്ത അത്രയും ഒരു സുന്ദരിയെ. നീ അത് വിട്ടുപിടിക്കടാ. നിനക്ക് എത്രണ്ണം വേണം അതുപോലെയുള്ളത് ഞാൻ സെറ്റാക്കി തരാം. നീ ഇങ്ങോട്ട് വാ. ഒന്ന് പോടാ, തള്ളി മറിക്കാതെ. ഇത്രയും കാലമായിട്ടും നിനക്കാ പിടുത്തം തന്നെയല്ലേ പരിപാടി. ഒരുത്തിയൊന്ന് തൊട്ടുപോലും നോക്കിയിട്ടുണ്ടോ നീ? എന്നിട്ടാ അവനൊരു മാസ് ഡയലോഗ്. ഞാൻ പറഞ്ഞു, എടാ അത് പിന്നെ ഞാൻ ഡീസൻ്റ് ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ കാണാമായിരുന്നു. ഓ പിന്നെ ഒന്നും കാണാൻ പോകുന്നില്ല. നീ ഇപ്പോൾ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞതാ, അല്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോകും. ഞാൻ പറഞ്ഞു. അല്ലടാ, ആ ചിരിച്ചവളെ പറ്റി വല്ല തുമ്പും കിട്ടിയോ? ആടാ, അതൊക്കെ കിട്ടി. അയാളുടെ കൂട്ടുകാരൻ്റെ മോളാ, പേര് ഷിഫിന്നോ എന്തോ ആണ്. ആ, അല്ലടാ, അവൾ എങ്ങനെ കിട്ടുമോ? അവൻ ചോദിച്ചു. നീ ഒന്ന് പൊക്കെ, അതിൻ്റെ റൂം എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ആദ്യം ഇതൊന്ന് സെറ്റാക്കി നോക്കട്ടെ. അവൻ്റെ കയ്യിൽ നിന്നും ഒരു ഐഡിയയും കിട്ടാത്തതുകൊണ്ട് കോള് കട്ട് ചെയ്ത് ഞാൻ ബെഡിൽ പോയി കിടന്നു. കുറേ നേരം ഓരോന്നാലോചിച്ച് ഞാനറിയാതെ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ പെട്ടെന്നുള്ള ഫോൺ ബെല്ലടി കേട്ട് ഞാൻ നെറ്റി ഉണർന്നു. സമയം നോക്കുമ്പോൾ വൈകുന്നേരമായിട്ടുണ്ട്. ആരാണ് വിളിച്ചെന്ന് നോക്കിയപ്പോൾ അത് റാഫിയായിരുന്നു. ഇനിയിപ്പോൾ അവനെ വിളിച്ചുകൊണ്ടിരുന്ന കടയിൽ പോകാൻ വൈകുമെന്ന് എനിക്ക് മനസ്സിലായി. കടയിൽ ചെന്നിട്ട് വിളിച്ചു നോക്കാം എന്നും വിചാരിച്ച് ഞാൻ വേഗം കുളിച്ച് ഫ്രഷായി കടയിലേക്ക് നടന്നു. പോകുന്ന വഴിയിൽ ഞാൻ അങ്ങോട്ടൊന്ന് നോക്കി. കതക് അടച്ചിട്ട നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കടയിലേക്ക് പോയി. കടയിൽ ചെന്നപ്പോൾ അമ്മാവൻ അമ്മായിയുമായി ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ കണ്ട അമ്മാവൻ കോള് പോലും കട്ട് ചെയ്യാതെ ഞാൻ പോവാ എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി. കടയിൽ അധികം തിരക്കില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം റാഫിയെ വിളിച്ചു. ഹലോ, എന്താടാ, നീ വിളിച്ചിരുന്നോ? ആടാ, എനിക്കൊരു ഐഡിയ കിട്ടി, അത് പറയാൻ വിളിച്ചതാ. എന്ത് ഐഡിയ പറയടാ. എടാ, ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ ഐഡിയ ഉള്ളൂ. നീ എങ്ങനെയെങ്കിലും അവളുടെ നമ്പറൊന്ന് ഒപ്പിക്ക്, എന്നിട്ട് അതിലൂടെ 3-4 മെസ്സേജ് അങ്ങ് അഴക്ക്, അവൻ പറഞ്ഞു. ആ, അത് കൊള്ളാലോ. നീ എന്താ ഇത് നേരത്തെ പറയാനേ? എടാ, എനിക്കിപ്പോഴാ ഇത് ഓർമ്മ വന്നത്. നീ എങ്ങനെയെങ്കിലും അവളുടെ നമ്പർ കിട്ടുമെന്ന് നോക്ക്. നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ടടാ. അതെപ്പോൾ കിട്ടി? അതൊക്കെ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് മോനെ. എന്നാ എനിക്കും കൂടി താടാ, ഞാനും ഒന്ന് മെസ്സേജ് അയച്ച് നോക്കട്ടെ, അവൻ പറഞ്ഞു. ഒന്ന് പോട കോപ്പേ, നിനക്കവൾക്ക് മെസ്സേജ് അയക്കാൻ ഹിന്ദിയോ ഉറുദുവോ വല്ലതും അറിയോ? നിനക്കാകെ മലയാളമല്ലേ അറിയൂ, ഞാൻ പറഞ്ഞു. അല്ല, അതിന് നിനക്കറിയോ ഹിന്ദിയിൽ മെസ്സേജ് അയക്കാൻ? അവൻ ചോദിച്ചു. അയ്യോ, അത് ശരിയാണല്ലോ, ഞാനെങ്ങനെയാ ഹിന്ദിയിൽ മെസ്സേജ് അയക്കുക? എടാ, നീ ഒരു കാര്യം ചെയ്, അവൾക്ക് ഒരു കോള് ചെയ്, എന്നിട്ട് അവളോട് ഒരു സോറി അങ്ങ് പറ. അത് വേണോടാ? ചെയ്യടാ, അല്ലാതെ നിനക്ക് അവിടെ പോകാൻ പറ്റുമോ? ഇല്ല, ഇനി അങ്ങോട്ട് കയറി ചെല്ലാൻ എന്നെക്കൊണ്ടാവില്ല. ഞാനെന്നാൽ ഒന്ന് വിളിച്ചു നോക്കട്ടെ, ഇപ്പോൾ അയാൾ അവിടെ ഉണ്ടാകില്ല, ഞാൻ പറഞ്ഞു. ആ, എന്നാ നോക്കടാ. പിന്നെ വേറെ വല്ല ഫോട്ടോസും ഉണ്ടോടാ? റാഫി ചോദിച്ചു. ആടാ, നിൻ്റെ ഉപ്പാൻ്റെ 2 ഉണ്ട്, വേണോ നിനക്ക്? അല്ല പിന്നെ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടേടാ. അവൻ്റെ കോൾ കട്ട് ചെയ്ത് രണ്ടും കൽപ്പിച്ച് ഞാൻ അവൾക്ക് വിളിച്ചു. നമ്പർ ബിസി കണ്ട ഞാൻ കുറച്ച് കഴിഞ്ഞ് വീണ്ടും വിളിച്ചു നോക്കി. ഹലോ, ആരാ? അവൾ പതിഞ്ഞ ശബ്ദത്തിൽ എന്നോട് ചോദിച്ചു. ഞാനാ, ഹാഷിർ, മനസ്സിലായോ? ഇല്ല, ആരാ? എന്താ കാര്യം? ഞാൻ നിങ്ങളുടെ റൂമിനടുത്ത് താമസിക്കുന്ന മലയാളിയാണ്. ഇന്നുച്ചയ്ക്ക് നമ്മൾ ഒരുമിച്ചല്ലേ ഫുഡ് കഴിച്ചത്? ഇപ്പോൾ എന്നെ മനസ്സിലായോ? ഓ, നീയാണോ? അല്ല, എൻ്റെ നമ്പർ നിനക്ക് എവിടെ നിന്ന് കിട്ടി? അതൊക്കെ എനിക്കറിയാം. ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചതാ. നിങ്ങൾക്കെന്നോട് വെറുപ്പാണോ? വെറുപ്പോ? എന്തിന്? എനിക്കാരോടും വെറുപ്പൊന്നുമില്ല. നീ പറ, എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി? ആദ്യം ഇത് പറ, എന്നോട് വെറുപ്പുണ്ടോ?
ഇല്ലടാ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വെറുപ്പൊന്നുമില്ല. പിന്നെ എന്താ നിൻ്റെ പ്രശ്നം? നീ മര്യാദക്ക് പറഞ്ഞോ എൻ്റെ നമ്പർ എവിടെ നിന്നാണ് കിട്ടിയതെന്ന്. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കെട്ടിയവനോട് പറഞ്ഞു കൊടുക്കും. അവൾ പറഞ്ഞു. അയ്യോ പ്ലീസ്, അങ്ങനൊന്നും ചെയ്യല്ലേ, ഞാൻ പറയാം. എന്നാ പറ, എവിടെ നിന്ന് കിട്ടിയെന്ന്. അത് പിന്നെ കുറച്ച് ദിവസം മുമ്പ് നിങ്ങളുടെ ഭർത്താവ് ഫോൺ ശരിയാക്കാൻ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിരുന്നു. ആ, അന്ന് നിങ്ങൾ വിളിച്ചില്ലേ, ആ ദിവസം തന്നെ അന്ന് കിട്ടിയതാ. നീ എന്തിനാ അന്നെൻ്റെ നമ്പർ എടുത്തു വെച്ചത്? അത് പിന്നെ നിങ്ങളെ കണ്ടപ്പോൾ ഒരിഷ്ടം തോന്നി, അങ്ങനെ എടുത്ത് വെച്ചതാ. ഏ, എന്നെ കണ്ടപ്പോഴോ? അതിന് നീ എപ്പോഴാടാ എന്നെ കണ്ടത്? അന്ന് നമ്മൾ തമ്മിലൊരു പരിചയമില്ലല്ലോ. സത്യം പറ, ഇതിലെന്തോ ഉടായ്പുണ്ടല്ലോ, പറ. അവൾ എന്നോട് പറഞ്ഞു. അയ്യോ, ഒരു ഉടായ്പുമില്ല, അന്ന് തന്നെ കിട്ടിയതാ, എൻ്റെ ഉമ്മയാണ് സത്യം. എന്നാ പറ, എന്നെ ഇഷ്ടപ്പെടാൻ നീ എന്നെ എവിടെ വെച്ചാ മുമ്പ് കണ്ടിട്ടുള്ളത്? അന്ന് നന്നാക്കാൻ തന്ന ആ ഫോണിൽ നിന്നാണോ? അവൾ ചോദിച്ചു. അയ്യോ അല്ല, സത്യം, ഞാൻ ആ ഫോണൊന്ന് തുറന്നു നോക്കിയിട്ട് പോലുമില്ല. നീ സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ ഇത് നിൻ്റെ അമ്മാവനോട് പറഞ്ഞു കൊടുക്കും, അത് ഉറപ്പാ. അവൾ പറഞ്ഞു. അയ്യോ വേണ്ട, ഞാൻ പറയാം. എന്നാ പറ. ഞാനൊന്ന് ആലോചിച്ചിട്ട് എൻ്റെ മനസ്സിൽ വേറൊരു ഐഡിയയും കിട്ടിയില്ല. ഹലോ ഡാ, പറയടാ. അത് പിന്നെ ഞാൻ അറിയാതെ ആ ഫോണിലെ ഗാലറി തുറന്നപ്പോൾ കണ്ടതാ. കുറച്ചു നേരം അവളുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഹലോ ഹലോ, എന്താ മിണ്ടാത്തെ? സോറി, ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ ആ ഫോണിലൊന്ന് കളിച്ചതാ, അപ്പോൾ അറിയാതെ കണ്ടുപോയതാ. പ്ലീസ് എന്തെങ്കിലും സംസാരിക്ക്. ഹലോ. അതിൽ എല്ലാ ഫോട്ടോസും ഇല്ലായിരുന്നോ? അവൾ എന്തോ ഒരു സംശയത്തോടെ എന്നോട് ചോദിച്ചു. എല്ലാ ഫോട്ടോസോ? അതെന്താ? നീ എന്നെ പച്ചയ്ക്ക് കണ്ടോ എന്ന് അവൾ ചോദിച്ചു. കണ്ടു. അടഞ്ഞ ശബ്ദത്തിൽ ഞാൻ പേടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനത് പറഞ്ഞതും അവൾ കോൾ കട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആകെ വല്ലാതെയായി. ഇനി അവൾ അമ്മാവനോടോ അയാളോടോ പറയുമോ? പേടിച്ചിട്ട് എൻ്റെ കാൽ രണ്ടും വിറയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് എൻ്റെ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി. ഞാൻ വേഗം ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അമ്മായിയായിരുന്നു അത്. പേടിച്ച് വിറച്ചെന്ന ഞാൻ ആ കോൾ എടുത്തില്ല. ഞാൻ വേഗം ആ കോൾ കട്ട് ചെയ്ത് ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിച്ച് അവിടെ ഇരുന്നു. അമ്മായി വീണ്ടും വിളിക്കാൻ തുടങ്ങി. ഞാൻ വീണ്ടും കോൾ എടുത്തില്ല. ഒരു സമാധാനവും കിട്ടാതെ ഞാൻ വീണ്ടും റാഫിയെ വിളിച്ചു. ബെല്ലടിക്കേണ്ട താമസം അവൻ വേഗം കോൾ എടുത്തു. എന്തായടാ, പ്രശ്നമെല്ലാം അവസാനിച്ചോ? അവൻ ചോദിച്ചു. ഇല്ലടാ, ഇപ്പോൾ അതിനും വലിയൊരു പ്രശ്നമാണ്. എന്താടാ, എന്തു പറ്റി? എടാ, ഞാൻ അവളുടെ ഫോട്ടോ കണ്ടത് അവൾ അറിഞ്ഞു. അതോ? അത് തന്നെ. അതെങ്ങനെ? എടാ, അത് ഞാൻ അവൾക്ക് വിളിച്ചിരുന്നു. അവളപ്പോൾ എന്നോട് ചോദിച്ചു എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് ഫോൺ ശരിയാക്കാൻ തന്നപ്പോൾ കിട്ടിയതാണെന്ന്. അതിനിപ്പോൾ എന്താ, ഫോട്ടോ എങ്ങനെ കിട്ടിയതെന്നല്ലേ ഇപ്പോൾ പ്രശ്നം. അത് നീ എന്തു പറഞ്ഞു? എടാ, ഞാൻ പറഞ്ഞു ഞാൻ ചുമ്മാ ആ ഫോണിൽ കളിച്ചപ്പോൾ കിട്ടിയതാണ്. അത് പറഞ്ഞതും അവൾ കോള് കട്ട് ചെയ്ത് പോയി. ഓഫ്, നിനക്ക് വേറെന്തെങ്കിലും പറഞ്ഞുകൂടായിരുന്നോടാ? അവൻ പറഞ്ഞു. വേറെ എന്ത് പറയാൻ, എനിക്കപ്പോൾ വേറൊരു ഐഡിയയും തോന്നിയില്ല. ഞാനതങ്ങ് പറഞ്ഞു പോയി. നീ പിന്നെ അവളെ വിളിച്ചു നോക്കിയോ? ഇല്ലടാ, എനിക്ക് പേടിയാ, ഞാനിനി വിളിക്കില്ല. ഇതിപ്പോൾ നല്ല കഥ. പ്രതികാരം ചെയ്യാൻ പോയ നീ ഇപ്പോൾ ആകെ മൂഞ്ചല്ലോ. എടാ, എനിക്ക് പേടിയാവുന്നു. നീ എന്തെങ്കിലും ഒരു ഐഡിയ പറയടാ. അത് സാരില്ലടാ, അവൾ അപ്പോഴുള്ള ആ ദേഷ്യത്തിൽ കോൾ കട്ട് ചെയ്ത് പോയതാവും. നീ ഇനി പേടിക്കുന്നത് എന്തിനാ? അതല്ലടാ, അവളിനി അമ്മാവനോടും അവളുടെ കെട്ടിയവനോടും പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെപ്പോ? അതൊക്കെ പറഞ്ഞടാ, എനിക്കാകെ പേടിയാകുന്നു. ഞാൻ നാട്ടിലേക്ക് വന്നാലോ? അതിന് നിൻ്റെ പാസ്പോർട്ട് നിൻ്റെ അമ്മാവൻ്റെ കയ്യിലല്ലേ, നീ പിന്നെ എങ്ങനെ വരും? അത് ശരിയാണല്ലോ. ഇനി അമ്മാവനെങ്ങാനും അവളുടെ വീട്ടിൽ പോയോ ആവോ? അപ്പോൾ അമ്മാവനും അവിടെ പോകാറുണ്ടോ? അതെന്തിന്? അവൻ ചോദിച്ചു. അവളെ വളക്കാൻ, അല്ലാതെ എന്തിന്? എൻ്റെ അല്ലേ അമ്മാവൻ. മിക്കവാറും അവളിപ്പോൾ അമ്മാവനോട് എല്ലാം പറഞ്ഞു കാണും.
ഞാൻ മിക്കവാറും ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകും. എടാ, നീ ഒന്ന് സമാധാനിക്ക്. അവൾ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. നീ നോക്കിക്കോ, ഞാനാ പറയുന്നത്. എനിക്കൊന്നും അറിയാൻ പാടില്ല. നീ ഇപ്പോൾ ഫോൺ വെക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അതും പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. എന്തായാലും അമ്മാവനോടെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്മായി എന്നെ വിളിച്ചത്. അമ്മാവനെ വിളിച്ചപ്പോൾ കോൾ എടുത്തു കാണില്ല. എന്തായാലും അമ്മാവൻ വരുമ്പോൾ അറിയാം എന്തായി എന്ന്. ഞാൻ അമ്മാവൻ്റെ വരവും കാത്ത് പേടിച്ച് വിറച്ചു നിന്നു. കടയിൽ ആളുകൾ വന്ന് പോകുന്നുണ്ടെങ്കിലും ഞാൻ പേടിയോടെ വേറെ ഏതോ ലോകത്തായിരുന്നു. ഇനി അമ്മാവൻ വരുന്നതിന് മുമ്പ് പ്രശ്നമറിഞ്ഞ് ആ പാകിസ്ഥാനി വല്ലതും കയറി വരുമോ ദൈവമേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കടയുടെ പുറത്തേക്ക് നോക്കി നിന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.